ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര മട്ടൻ ബിരിയാണിയാണ്. ഞാൻ മട്ടൻ ബിരിയാണി റെഡിയാക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. കറിയുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. റെസിപ്പിയിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും തയ്യാറാക്കണം. ഫ്രണ്ട്സ്, നമ്മൾ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി എല്ലാം വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത മട്ടൻ നമ്മളെടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഞാനിവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഹോൾ സ്പൈസസും ഉണക്കനാരങ്ങയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഗീ റൈസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യുന്നതാണ് ഇത് റൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നു. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഓണിയൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ടും നമ്മുടെ കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചാറുകൾ ഒഴുകിപ്പോണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് മസാലപ്പൊടിയൊക്കെ ഇടാം. ഇവൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി കുറച്ച്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മട്ടൻ മസാല ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മട്ടൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ആദ്യം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഏകദേശം ഒരു 2 സ്പൂണാണ്. 4 പ്രാവശ്യം. അപ്പോൾ അത് ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ ഒരുപാട് എരിവ് വേണ്ട. മട്ടനാണ് ഏകദേശം ഒരു 1 ടീസ്പൂൺ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മട്ടൻ മസാലയും കൂടെ ഇടാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ മട്ടൻ മസാലയാണ് ഇടുന്നത്. അത് നമുക്ക് കുറച്ച് മട്ടൻ മസാല ഇടാം. ലാസ്റ്റ് നമ്മൾ ഇടിച്ച മസാല ഇടുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ മട്ടൻ മസാല വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് കഴിക്കും. ഇളക്കി കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അങ്ങനെ അല്പം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇടുക. ഒന്ന് വഴന്ന് വരുമ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ് നമ്മുടെ ഒണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. തന്നെയല്ല നമ്മുടെ മട്ടൻ മാറിനേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മട്ടൻ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പം ഈ മട്ടനെ നമ്മുടെ ഇതിലേക്ക് ഇടാം. മാറിനേറ്റ് ചെയ്ത മട്ടനാണ്. ഏകദേശം 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിക്കാണ് ഉണ്ടാക്കുന്നത്. 2 പേർക്ക് വേണേൽ 2 നേരം കഴിക്കാം. കഷ്ണങ്ങൾ കുറവാണ്, ഞാൻ അധികം എടുത്തിട്ടില്ല. ഒരു പോർഷൻ എടുത്തിട്ടില്ല. ഇതൊന്നായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കഴിച്ചിട്ട് ഇതിലിട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വെക്കാം. നമ്മൾ നല്ല അടപ്പ് ഞാൻ വലിയൊരു ദോശത്തവ തന്നെ വെച്ച് അടയ്ക്കുകയാണ്. വേഗം ഇതിലേക്ക് ബേ ലീഫും ഹോൾ സ്പൈസസും ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. അറിയാമല്ലോ, മട്ടൺ നല്ല വേവുണ്ട്. അപ്പോൾ അത് മട്ടൺ വെന്ത് വരട്ടെ. നെയ്യൊക്കെ ഉള്ള മട്ടനാണ്. വെന്ത് വരുമ്പം ബാക്കി നമുക്ക് കാണിച്ചാൽ നമ്മുടെ മട്ടൻ കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ളത്.
അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ദം ചെയ്യാം. അപ്പം വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. നമ്മൾ പച്ചക്കല്ല് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ആദ്യം കുറച്ച് മട്ടൻ കറിയിനകത്തേക്ക് ഒഴിക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. നെയ്യ് കുറച്ചിട്ടിട്ട് വെച്ച് നെയ്യൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇടാം. നമ്മളിതിലേക്ക് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓണിയൻ ഇടാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. പിന്നെ നമ്മൾ മട്ടൺ അവിടെ നിർത്തി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസും കൂടെ ഇടാം. റൈസ് ഏകദേശം ഒരു 3/4 വേവിന് മേലുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഇട്ടിട്ടുണ്ട്. നമ്മൾ റൈസ് ഇട്ട് ഇതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ് ഇടുകയാണ്. നല്ലൊരു ഫ്ലേവർ വരും. ഇത് ഒഴിച്ചാൽ ഓരോ ഡ്രോപ്പ് ചെയ്താൽ മതി, ഒത്തിരി വേണ്ട. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്തത്, പിന്നെ ഒരല്പം റോസ് വാട്ടറും കൂടെ നമുക്ക് ഒഴിക്കാം. ഇതാണ് റോസ് വാട്ടർ. അതുകൂടെ നമുക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും. 1-2 ഡ്രോപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഇടാൻ കാഷ്യൂനട്ട്, എന്നാലും ഇപ്പോൾ ഇച്ചിരി ഇട്ടേക്കാം. കാഷ്യൂനട്ട് മുന്തിരിയും കൂടി ഇച്ചിരി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ മട്ടൺ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി റൈസ് കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്കിത് പ്രോസസ്സ് ഒന്നും ചെയ്യാം. ഇതിലേക്ക് നമ്മൾ റൈസ് നിരത്തി അതിൻ്റെ പുറത്ത് മല്ലിയില, പിന്നെ നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്തത്, പിന്നെ ബിരിയാണി എസൻസ് കുറച്ച് ഒഴിച്ചു, പിന്നെ റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1-2 ഡ്രോപ്പ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൂടെ വെള്ളത്തിൽ ഇടാം. കുറച്ച് നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബിരിയാണി എസൻസ് കിട്ടാത്തവർ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. ഞാനത് വേണ്ടപ്പെട്ട മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ബിരിയാണി എസൻസ് ഒഴിച്ചുകൊണ്ട് കൂടുതൽ മസാലയൊന്നും വേണ്ട നമുക്ക്. ഇനിയും കളറോ അല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂവോ ഒക്കെ പാല് കലക്കി ഒഴിക്കേണ്ടവർക്ക് അത് ഒഴിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. എത്രയേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി തുറക്കാൻ പോകുന്നത്. ഹൈ ഗൈസ്, ഒരു രക്ഷയില്ല. ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ഈ എസൻസ് ഒക്കെ വെച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മല്ലിയില, പുതിനയില എല്ലാം കൂടെ. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പം പപ്പടമൊക്കെ ഇവിടെ റെഡിയാണ്. പപ്പടമൊക്കെ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മല്ലിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. അപ്പം നമുക്ക് ഇത് എടുക്കാം. ഹൈ
ഹൈദരാബാദ് ബിരിയാണി ടേസ്റ്റ് നമുക്ക് സെർവിങ് ഡിഷിലാക്കിയിട്ടുണ്ട്. ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. പപ്പടം, സാലഡ്, നാരങ്ങ അച്ചാറാണ് ഇത്.